നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ. സ്വാഗതം ശ്രീ കാനം രാജേന്ദ്രൻ. വിവാദങ്ങൾ കൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. അതേ നിലപാടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ കൊച്ചിയിലെ പുതുവൈപ്പിനിൽ IOC നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന LPG ടെർമിനലിനെതിരെ അവിടെ ഒരു ജനകീയ സമരം നടക്കുന്നുണ്ട്. ആ ജനകീയ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണമുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള CPI. താങ്കൾ തന്നെ നേരിട്ട് അവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും സമീപനത്തിൽ ഒരു വൈരുദ്ധ്യമില്ലേ? ഇല്ല, വികസനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഞങ്ങൾക്കുള്ള സങ്കല്പങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ ഒന്നുമില്ല. ഞങ്ങളുടെ വികസന സങ്കല്പം എന്ന് പറയുന്നത് അത് പ്രകൃതിയും മനുഷ്യനും കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഒരു സുസ്ഥിര വികസനത്തിൻ്റെ സങ്കല്പമാണ്. അതിനകത്ത് വികസനവും ഉണ്ടാകണം, പ്രകൃതിക്കും നഷ്ടമുണ്ടാവരുത്, ജനങ്ങളെ അത് ഉൾക്കൊള്ളണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാചകവാതകത്തിൻ്റെ പ്രശ്നമോ അവരുടെ ആവശ്യത്തിൻ്റെ പ്രശ്നമോ ആയിട്ട് മാത്രം നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ പുതുവൈപ്പിനാണ്. ആ പുതുവൈപ്പിന് 1 സ്ക്വയർ കിലോമീറ്ററിൽ 5000-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. അത്തരമൊരു സ്ഥലം മാത്രമേ ഇതിന് നമുക്ക് കണ്ടെത്താനായുള്ളൂ എന്ന ചോദ്യത്തിന് ആരാ മറുപടി പറയുന്നത്? ആ ജനസാന്ദ്രമായ പ്രദേശത്ത് ഇത്തരമൊരു സ്ഥാപനമുണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായും ജനങ്ങൾക്ക് കുറേയേറെ സംശയങ്ങളുണ്ടാകണം. ആ സംശയം ദൂരീകരിക്കുന്നതിന്, അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നതിന് പകരം അവരെ തോക്കിൻ്റെയും ലാത്തിയുടെയും ഭാഷയിൽ അടിച്ചമർത്തുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. അല്ല, സർക്കാർ പറയുന്നു, മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഏറ്റവും ശക്തമായ സുരക്ഷയുള്ളൊരു സംവിധാനമാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ബോംബിനോ സുനാമിക്കോ ആ സംവിധാനത്തെ തകർക്കാൻ കഴിയില്ല. ഈ പദ്ധതിക്ക് എല്ലാ ക്ലിയറൻസും എല്ലാ അനുമതിയുമുണ്ട്. പിന്നെ എന്താണ് തടസ്സം? ഇങ്ങനെ തന്നെയാണ് 2009 ജയ്പൂരിൽ സ്ഫോടനമുണ്ടാകുന്നതിന് മുമ്പ് IOC പറഞ്ഞിരുന്നത്. ജയ്പൂരിൽ 2009 2011 ഗുജറാത്തിലുണ്ടായി, 2014 ആന്ധ്രയിലുണ്ടായി. ഈ മൂന്നിടത്തും എല്ലാ സുരക്ഷ കംപ്ലീറ്റായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് IOC പറഞ്ഞത്. IOC പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നതിന് പകരം അതിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ടോ, CRS ലംഘിച്ചിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം ഗവൺമെൻറ് അവസാനമായിട്ട് ഒരു നിഗമനത്തിലെത്താൻ. ഞങ്ങളിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിത് മാത്രമേ സ്ഥലമുണ്ടായോ? ഈ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് അപകടകരമായി നമ്മളൊരു വീട്ടിൽ കിടന്നുറങ്ങുന്നു, കട്ടിലിൻ്റെ അടിയിൽ ബോംബ് വെച്ചിട്ട് ആരെങ്കിലും കിടന്നുറങ്ങും? അല്ല, ഇത് ബോധ്യപ്പെടേണ്ടത് ആർക്കാണ്? ഇപ്പോൾ താങ്കളുടെ മുഖ്യമന്ത്രി തന്നെ, താങ്കളുടെ സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം സുരക്ഷിതമായ ഒരു മേഖലയിൽ അങ്ങേയറ്റം സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ബോധ്യപ്പെടാത്തത് ആർക്കാണ്? CPM-നാണോ, പിണറായി വിജയനാണോ, കോടിയേരി ബാലകൃഷ്ണനാണോ? CPM-ൻ്റെയും CPI-യുടെയും പ്രശ്നമല്ല. 2009 UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഇത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനും കാനം രാജേന്ദ്രനും കണ്ടുപിടിച്ച ഒരു പുതിയ കാര്യമൊന്നുമല്ല. 2009 UPA ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അന്ന് മുതൽ അവിടുത്തെ ജനങ്ങൾ അതിനെതിരായിട്ട് സമരമുണ്ടായിരുന്നു. ആ സമരത്തിൽ ഈ ജനങ്ങളോട് യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്താണ് എന്ന് പറയാൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റുകൾക്കും കഴിഞ്ഞില്ല. ജനസാന്ദ്രത എന്ന് പറയുന്ന പ്രശ്നം കേരളത്തിൽ എവിടെയാണ് ഇല്ലാത്തത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. കേരളം ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഈ ഹസാഡസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ച സർക്കാരിൻ്റെ എന്ത് ധാരണയാണുള്ളത്? അല്ല, അത് നമുക്ക് ഇടുക്കിയിൽ കൊണ്ടുപോയി ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഇതിനൊരു തുറമുഖം ആവശ്യമാണ്, കടൽ ആവശ്യമാണ്. കൊച്ചി തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അതിന് കൊച്ചിയിൽ പുതുവൈപ്പ് എന്ന് പറയുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു 3000 പേർക്ക് പ്രശ്നമുള്ളൂ, 3 കോടി ആളുകൾക്ക് പ്രശ്നമില്ല എന്ന് ഒരു DGP പറയുന്നത് ഞാൻ ചാനലിൽ കേട്ടു. അതെ, മനസ്സിലായില്ലേ? ഒരാളിന് പ്രശ്നമുണ്ടെങ്കിലും ഒരു പൗരൻ്റെയും ആശങ്ക അകറ്റാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അല്ല, പ്രശ്നം എന്താണെന്ന് അറിയാം, ഇപ്പോൾ 100 കണക്കിന് ടാങ്കർ ലോറികളാണ് മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് നിരന്തരം ഈ ഗ്യാസുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപകട സാധ്യതയെ ശ്രീ കാനം രാജേന്ദ്രൻ എങ്ങനെ കാണുന്നു? താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, കണ്ണൂരിൽ ഇതിനെല്ലാം അപകട സാധ്യതയുണ്ട്. അപകട സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ ആശങ്കയുടെ പിന്നിൽ ടാങ്കർ ലോറിക്കാരാണ് എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തം പ്രചരിക്കുന്നുണ്ട്. അതൊന്നും നല്ലതല്ല. നമുക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ റീസണബിളായിട്ട് അതിനെ സംബന്ധിച്ചൊരു സ്റ്റഡി നടത്താൻ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
അവരുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. മുഖ്യമന്ത്രി ഇപ്പം ഒരു യോഗം വിളിക്കുകയും അങ്ങനെ തൽക്കാലം അവിടെ പണി നിർത്തി വെച്ചിട്ട് അതിന്റെ പഠനത്തിലേക്കും അതിന്റെ ബോധവൽക്കരണത്തിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പോൾ IOCക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന നഷ്ടം 1 കോടി രൂപയാണ്. അതെല്ലാം പിന്നീട് ഇപ്പോൾ എയർ ഇന്ത്യക്ക് 55,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ചെയ്യണം. ഞങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്നതാണ് ശരി എന്നിടത്തേക്ക് വരരുത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം പ്രശ്നമാണോ ശ്രീകാന്ത്? സർക്കാരിന്റെ തന്നെ ഒരു പ്രശ്നമാണല്ലോ. സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങി പറയുന്നു ഈ പദ്ധതിയോട് സഹകരിക്കണം, ഇത് ഏറ്റവും സുരക്ഷിതമായ പദ്ധതിയാണ്, ബോംബിനും സുനാമിക്കും തകർക്കാൻ കഴിയില്ല, ഈ പദ്ധതിക്ക് എല്ലാ ക്ലിയറൻസും ഉണ്ട്, മുഖ്യമന്ത്രി തന്നെ പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നതോ ഞാൻ പറയുന്നതോ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രീയമായ പഠനം വേണം എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ തീരുമാനിച്ചത്. അതിനാ പാവപ്പെട്ട ജനങ്ങളെ എന്തൊരു കുറ്റം പറയുന്നത്? അല്ല, അവരങ്ങനെ നിസ്സാരമായി സംഘടിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പം ജമാഅത്തിന്റെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി ആ സമരത്തിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു, CPIML ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവരാരും പൗരൻ എന്ന വിശാലമായ നിർവചനത്തിനകത്ത് വരികയില്ലേ? ഇന്ത്യ ജീവിക്കുന്നവരാണോ നിങ്ങൾ? ആ എന്ത് കാര്യത്തെ എതിർക്കുന്നതിനും തീവ്രവാദം എന്ന് പറഞ്ഞ് എന്തിനാണ് അടച്ചാക്ഷേപിക്കുന്നത്? ജനങ്ങളൊന്നും തീവ്രവാദികളല്ല. അവരെ തീവ്രവാദികളാക്കുന്നത് ഭരണകൂടങ്ങളാണ്, ജീവിത സാഹചര്യങ്ങളാണ്. അല്ല, ഈ സമരം നടന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ലാത്തിചാർജിന്റെ തൊട്ടടുത്ത ദിവസം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് വെൽഫെയർ പാർട്ടിയാണ്. അതിനകത്ത് CPIMLന്റെ ആളുകളും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് DGP തന്നെ, സംസ്ഥാന പോലീസ് മേധാവി തന്നെ സംശയം ഉന്നയിക്കുന്നു. അങ്ങനെ സാഹചര്യമുണ്ട് അവിടെ. ഏത് പാർട്ടിക്കും ആകാം. ഞാൻ മനസ്സിലാക്കിയത് വെൽഫെയർ പാർട്ടിയല്ല, UDF ആണ് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ജില്ലയിലൊട്ടാകെയല്ല ഹർത്താൽ, വൈപ്പിനിലായിരുന്നു ഹർത്താൽ. അല്ല, അപ്പോൾ ഈ പാർട്ടികളുടെ താല്പര്യങ്ങളുടെ സുതാര്യതയിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവരോടൊപ്പം CPIM ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ അവരോടൊന്നും ചേർന്നിട്ടില്ല, വെൽഫെയർ പാർട്ടിയോടും ചേർന്നിട്ടില്ല, മറ്റു പാർട്ടികളോടും ചേർന്ന്. അവിടെ ആരും അതിനകത്ത് അവിടെ ഒരു സമരസമിതിയുണ്ട്. ആ സമരസമിതിയുമായിട്ടാണ് ആ സമരം നടത്തുന്നത്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ മറ്റു പാർട്ടിയുണ്ട് എന്നതിൻ്റെ പേരിൽ ഇത് തീവ്രവാദികളാണ്. എനിക്കറിയാം, 63 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. 63 പേരും ആ വില്ലേജിൽ, ആ പഞ്ചായത്തിലുള്ളവരാണ്. എവിടെയാണ് തീവ്രവാദി? അല്ല, അപ്പോൾ ഈ വിവാദങ്ങൾ കൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാടുമായി മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ജനകീയ സമരങ്ങളോട് സർക്കാരും മുഖ്യമന്ത്രിയും മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നൊരു ആക്ഷേപം CPIക്കുണ്ടോ? അങ്ങനെ വിമർശനമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല. ജനങ്ങളുടെ അത്തരം പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കണം. ജനങ്ങളുടെ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുകയും അത് കേൾക്കുകയും ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരമുണ്ടാക്കിക്കൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതിനാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ശ്രമിക്കേണ്ടത്. അല്ല, അവിടെ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നാണ് ലളിതമായും സ്ട്രെയിറ്റ് ആയിട്ടുമുള്ള എൻ്റെ ചോദ്യം. ലളിതമായിട്ട് ഞാനിപ്പോൾ എല്ലാവരുടെയും വീഴ്ചയും താഴ്ചയും സംബന്ധിച്ച് വിമർശനം നടത്തുന്നയാളല്ലോ. ഇത് എനിക്ക് എൻ്റെ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും സ്വയം വിമർശനപരമായി അതിനെ നോക്കിക്കാണാം. സ്വയം വിമർശനം ആരാണ് നടത്തേണ്ടത്? സർക്കാരിൽ. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM അത്തരത്തിലൊരു സ്വയം വിമർശനത്തിലേക്ക് സ്വയം വിമർശനം എല്ലാവർക്കും നടത്താം. അതിനിപ്പോൾ എന്താ? ഞാൻ സാധാരണ നടത്താറുണ്ട്. അല്ലല്ല, CPMനൊന്നും ഒരു സ്വയം വിമർശനം ഇല്ല. കാരണം അവിടുത്തെ ഈ പറയുന്ന പോലീസ് ആക്ഷൻ ഉണ്ടായി. ആ പോലീസ് ആക്ഷനെ DGP ന്യായീകരിച്ചത് എന്താണ്? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ട് തലേന്ന് അവിടെ മോട്ടോർഗേഡ് നടക്കുമ്പോൾ, അതിൻ്റെ ട്രയൽ നടക്കുമ്പോഴാണ് ഈ പോലീസ് ആക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് വിശദീകരണം. അപ്പം അവിടെ അവർ തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു, അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ DGP തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ടൊരു നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എടുത്തത്. DGP ശരിയാണ്. സ്വാഭാവികമായിട്ടും CPM സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് വ്യത്യസ്തമായ നിലപാടാണ്. അത് ഞാൻ ഓപ്പണായി പറഞ്ഞു. ഇതിന് ഈ സർക്കാരിന് എതിരായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ പിന്നിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഞാൻ സ്മെൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ വന്ന് ഇതിനെല്ലാം ന്യായീകരിക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി ഇക്കാര്യം പരിശോധിക്കും. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ഈ രണ്ടാളുകളുടെയും നിലപാടുകൾ ഒന്നിച്ചു പോകുന്നു. നിങ്ങൾക്കാണ് വ്യത്യസ്തമായ നിലപാട്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങളുടെ നിലപാട് മാറും. അങ്ങനെയാണെങ്കിൽ അന്ന് പോലീസ് ആക്ഷൻ നടത്തിയതിൽ മുന്നിൽ നിന്നിരുന്നത് DCP യതീഷ് ചന്ദ്രയാണ്. ഒരു നടപടിയും അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിട്ടില്ല. നടപടി ആവശ്യപ്പെടും. അദ്ദേഹത്തിന് CPI ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങളപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം എന്ന് കണ്ണൂരിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ. പിന്നെ എന്നെ ആഴ്ച അത് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനൻ രാജേന്ദ്രന്റെ ഈ ആവശ്യത്തോട് അത്രമാത്രം ഗൗരവമേ നൽകിയിട്ടുള്ളതാണ് വസ്തുത. ഈ കാനൻ രാജേന്ദ്രന്റെ ആവശ്യം അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ആവശ്യം, CPIയുടെ ആവശ്യം, ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമായ പോലീസിനെ
രക്ഷിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും പരിശ്രമങ്ങൾ നടത്തും. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെയൊന്നും പറ്റിയില്ല. യതീഷ് ചന്ദ്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് സംബന്ധിച്ച് തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അങ്കമാലിയിൽ നടത്തിയിട്ടുള്ള ചില പോലീസ് ആക്ഷനുകളൊക്കെ തന്നെ അന്ന് CPM അത് പിണറായി വിജയൻ തന്നെ ശക്തമായി എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളെയാണ് ഇപ്പോഴും ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വീഴ്ച പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു DCPയെ ACPയെ DCPയോ ഒക്കെ ഇതിൻ്റെ ചുമതല നിശ്ചയിക്കും. ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. ഇത് ഒരു ഭരണനിർവഹണത്തിൻ്റെ തികച്ചും അഡ്മിനിസ്ട്രേറ്റീവായിട്ട്. ഇപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ? ഇപ്പോൾ ആ DCP ഒരിക്കലും അല്ല. ഇത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഞങ്ങൾ ഈ വിഷയങ്ങൾ റേസ് ചെയ്യുന്നു. അവർക്ക് ചെവി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുക. അത്രേ ഉള്ളൂ.